ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സ്കോറിംഗ് കീ. നമ്മൾ ഏവരും കാത്തിരുന്ന ജൂനിയർ അക്കൗണ്ടന്റ് കാഷ്യർ അസിസ്റ്റന്റ് മാനേജർ എക്സാം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഏറ്റവും മികച്ച രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്കൊക്കെയും ഏറ്റവും മികച്ചൊരു റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. സ്കോറിംഗ് കീയുടെ ഒഫീഷ്യൽ ആൻസർ കീയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഔട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഡിഫറെൻറ്റ് കോഡുള്ള ആളുകൾക്ക് നോക്കാൻ പറ്റും. റൈറ്റ്. ഒന്നാമത്തത് ഐറ്റം ഇസ് വാല്യൂഡ് അറ്റ് ദി എക്സ്ചേഞ്ച് പ്രൈസ് അറ്റ് ദി ഡേറ്റ് ഓഫ് അക്വിസിഷൻ ആൻഡ് ഷോൺ ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് at that value or an amortized portion of it. This is as per the principle of the principle പ്രകാരമാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്, ഡിഫറെൻറ്റ് കോസ്റ്റിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി കോസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ഇവിടെ ആൻസർ വരുന്നത്. Then second question നോക്കാം. When a sole proprietor decided to use same bank account for his business as well as personal affairs, the dash accounting principle is violated. വളരെ സിമ്പിൾ ആണ്. സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ എൻറ്റിറ്റി എന്ന ആൻസർ പേപ്പർ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നത്. റൈറ്റ്. സോ ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. Then third question. That is the basis of maintaining accounts followed by Indian companies. Indian companies follow ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നുള്ളതാണ്. ക്യാഷ് ബേസിസ്, അക്രൂവൽ ബേസിസ് ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം. അവിടെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അക്രൂവൽ ബേസിസ് ആസ് വെൽ ആസ് ഡബിൾ എൻട്രി സിസ്റ്റം ആണ്. ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. ദെൻ ഗിവൺ ഓപ്പണിംഗ് സ്റ്റോക്ക് 17,600, ക്ലോസിംഗ് സ്റ്റോക്ക് 10,560, കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് 1,83,040 rupees. എമൗണ്ട് ഓഫ് പർച്ചേസ് വിൽ ബി എത്രയായിരിക്കും? ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്. ആ ഒരു ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഈസ് ദി ആൻസർ, 1,76,000. റൈറ്റ്. Then fifth question. As per the dash concept, capital is shown in the liability side of balance sheet. ഇത് പ്രകാരമാണ് ക്യാപിറ്റൽ ലാബിലിറ്റി സൈഡിൽ കാണിക്കുന്നത്. എന്താണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്? അവിടെയും എൻറ്റിറ്റി കോൺസെപ്റ്റ് തന്നെയാണ് അല്ലേ? ഡിഫറെന്റ് എൻറ്റിറ്റി ആണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ് സംബന്ധിച്ചിടത്തോളം ഒരു ലാബിലിറ്റി ആണ് എന്നുള്ളതാണ് പറയുന്നത്. സോ അവിടെയും ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. Which of the following condition is not true in case of remuneration payable to partners is allowed as a deduction of partnership firm under Income Tax Act 1961? 1961 പ്രകാരം ഇൻകം ടാക്സ് പ്രകാരം നമ്മൾ ഡിഡക്ഷൻ കൊടുക്കാറുണ്ട് അല്ലേ, റെമ്യൂണറേഷൻ പേബിൾ ടു പാർട്ട്നേഴ്സിന്. സോ അത് ഈ താഴെ പറഞ്ഞ കണ്ടീഷനിൽ ഏതൊക്കെയാണ് അതിൽ ട്രൂ അല്ലാത്തത് എന്നുള്ളതാണ്. സോ അവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ. റെമ്യൂണറേഷൻ ക്യാൻ ബി പേ ടു ഓൾ പാർട്ട്നേഴ്സ്. എല്ലാവർക്കും പേ ചെയ്യാൻ പറ്റില്ല, ഓൺലി വർക്കിംഗ് പാർട്ട്നേഴ്സിന് മാത്രമേ പേ ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ വിത്ത് റെസ്പെക്ട് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് പാർട്ട്നേഴ്സ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് പാർട്ട്നേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ട്രൂ എന്നുള്ളതാണ് ചോദ്യം. സെവൻത് ക്വസ്റ്റ്യൻ. It is credited to partners capital account, credited to partners current account, either A or B. It is calculated on average capital of partners. ഓപ്ഷൻ ഡി ആൻസർ അല്ല. അവിടെ ഓപ്ഷൻ വരുന്നത് എയോ ബിയോ പ്രകാരം നമുക്ക് ചെയ്യാം. സോ അവിടെ ഓപ്ഷൻ സി, എയ്തർ എ ഓർ ബി, ഈ രണ്ട് മെത്തേഡിലും നമ്മൾ ചെയ്യാറുണ്ട്. സോ ഓപ്ഷൻ സി ഈസ് ദി ആൻസർ, എയ്തർ എ ഓർ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് അക്വയർ ദ ഷെയർ ഓഫ് ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് ഇൻ ദ റേഷ്യോ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഗെയിനിങ് റേഷ്യോ ആണോ, സാക്രിഫൈസിംഗ് റേഷ്യോ ആണോ, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണോ, ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണോ? അവിടെ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സിൻ്റെ എടുക്കുക എന്ന് പറയുന്നത് സിംപ്ലി ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ തന്നെയാണ് എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. റൈറ്റ്. എയ്ത്ത് ക്വസ്റ്റ്യൻ. ദെൻ നയൻത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഇൻ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട് നോട്ട് ട്രൂ ഏതാണെന്നുള്ളതാണ്. ബിസിനസ് കം ടു എൻ എൻഡ്, റിവലേഷൻ അക്കൗണ്ട് ഇസ് ക്രിയേറ്റഡ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ്, ദ എൻറ്റയർ ഫേം including the relation among all partners ceases to exist. So ninth question. അവിടെ റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറില്ല, ബാക്കിയൊക്കെയും ശരിയാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. ദെൻ 10th question. The proceeds from the sale of assets along with the contribution of partners at the time of dissolution of a firm are first used to pay off. എന്തിനു വേണ്ടിയാണ് നമ്മൾ ആ ഒരു പ്രൊസീഡ്സ് ഉപയോഗിക്കുന്നത്? ആദ്യം തന്നെ നമ്മൾ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് കൊടുക്കണം, അതിനുശേഷമേ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുള്ളൂ അല്ലേ. സോ ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. 10th question ഓപ്ഷൻ സി. Then 11th question നോക്കൂ. The firm's cost of capital is equal to the opportunity cost of equity capital in a dash firm. ഇക്വിറ്റി ക്യാപിറ്റലിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് തുല്യമാകുന്നത് എപ്പോഴാണ്? കംപ്ലീറ്റ്ലി ഇക്വിറ്റി ഫിനാൻസ്ഡ് ഫേം ആകുമ്പോഴാണ് അല്ലേ. സോ നമുക്ക് നേരെ ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ, ഓൾ ഇക്വിറ്റി ഫിനാൻസ്ഡ് ഫേം. ഓപ്ഷൻ
B is the answer. 11th question. Then 12th question നോക്കൂ. Companies with falling or constant profits can avoid paying dividend during inflation. Paying more dividend during inflation ഒരിക്കലും ശരിയല്ല. Either or A or B. അത് ശരിയാവുന്നില്ല. None of these വല്ല. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് അവിടെ എ ആണ്. ഫാളിംഗ് ഓർ കോൺസ്റ്റന്റ് പ്രോഫിറ്റ് ഉണ്ടാകുന്ന ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്ലേഷൻ പീരീഡിൽ എന്ത് ചെയ്യേണ്ടതില്ല, പേയ്മെന്റ് ഡിവിഡൻഡ് പേയ്മെന്റ് നടത്തുന്നത് അവോയ്ഡ് ചെയ്യുന്നതാണ് ബെറ്റർ. ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. Then 13th question. Maximization of owners wealth or shareholders wealth is represented by which of the following? വളരെ സിമ്പിൾ ആണ്. മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയറിന്റെ പ്രൈസ് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് അല്ലെങ്കിൽ ഓണേഴ്സ് വെൽത്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. Dash dividend amounts to capitalization of earning and distribution of profits among the existing shareholders without affecting the cash position of the firm. 14th question. ക്യാഷ് പൊസിഷൻ എഫക്ട് ചെയ്യാതെ എന്ത് ചെയ്യുന്നു, നമ്മൾ ക്യാപിറ്റലൈസേഷൻ നടത്തുന്നു. സിംപ്ലി സ്റ്റോക്ക് ഡിവിഡൻഡ് ആണ്. ഡിവിഡൻഡ് നമ്മൾ സ്റ്റോക്കിന്റെ ഫോമിൽ കൊടുക്കുന്ന ഒരു സെനാരിയോ. ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. Then 15th question. Which among the following is not a determinant of dividend policy? ഡിവിഡൻഡ് പോളിസി ഡിറ്റർമിൻ ചെയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലീഗൽ റെസ്ട്രിക്ഷൻ ഉണ്ട്, നോക്കേണ്ടി വരും. നാച്ചുറൽ ഓഫ് ഇൻട്രസ്റ്റ് നോക്കേണ്ടി വരും. ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻസ് നമ്മൾ പലപ്പോഴും നോക്കേണ്ടി വരാറില്ല. സോ ടാക്സേഷൻ പോളിസി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. 15th question. ഓപ്ഷൻ സി. Then 16th question. According to dash whatever increase in the value of the firm results from the payment is divided will be exactly offset by the decline in the market price of share. ആരുടെ ആർഗ്യുമെന്റ് ആണിത്? സോ നമുക്ക് എല്ലാവർക്കും അറിയാം, മോഡിഗ്ലാനിയൻ മില്ലറിന്റെ അപ്രോച്ച് ആണ് അല്ലെ. ഇറലവൻസ് കോൺസെപ്റ്റ് പറയുന്ന മോഡിഗ്ലാനിയൻ മില്ലറിന്റെ അപ്രോച്ച് ആണ്, മില്ലറിന്റെ വാദഗതിയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ളത്. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. Then 17th question നോക്കൂ. Which of the following is not an assumption of Walter's model of dividend? വാൾട്ടറിന്റെ മോഡൽ ഓഫ് ഡിവിഡൻഡ് പെടാത്ത അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കൂ. The internal rate of return and cost of capital of the firm are constant. അദ്ദേഹം പറഞ്ഞതാണ്. The investment of the firm are financed using external source of fund. അദ്ദേഹത്തിന്റെ വാദഗതിയിൽ അസംഷൻസിൽ പെടുന്നതല്ല. Earnings and dividend do not change while determining value. The firm has a very long life. ഇതൊക്കെയും അദ്ദേഹത്തിന്റെ അസംഷൻസ് പെടുന്നു. സോ അവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ഈസ് ദി ആൻസർ. The investment of firm is financed using external source of fund എന്നുള്ളതാണ്. Right. Then 18th question നോക്കൂ. The cash kept aside by the investor equip him to exploit an attractive investment opportunity. This motive is termed as. എന്താണ് ഈ മോട്ടീവിന് നമ്മൾ പറയാറുള്ളത്? സ്പെക്കുലേറ്റീവ് മോട്ടീവ് അല്ലേ. എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി വന്നാൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. സോ ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. 18th question. ഓപ്ഷൻ ബി. 19th question. Approach of working capital depend more on short term funds. ഏത് അപ്രോച്ച് പ്രകാരമാണ് ഇത്? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, അഗ്രസീവ് അപ്രോച്ച് പ്രകാരമാണ് അല്ലേ. 19th question. എ ഈസ് ദി ആൻസർ. ഷോർട്ട് ടേം ക്യാപിറ്റലിനെ കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യുന്നു. Then 20th question നോക്കൂ. Under dash technique of inventory control, inventory items are classified based on their annual value usage. വാല്യൂ ഇൻ മോണിറ്ററി ടേംസ്. ഏത് മെത്തേഡ് പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്? എ ബി സി അനാലിസിസ് ആണ് അല്ലേ. ഓൾവേസ് ബെറ്റർ കൺട്രോൾ. എ ബി സി അനാലിസിസ് പ്രകാരമാണ് നമ്മൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നത്, മെറ്റീരിയൽ കൺട്രോൾ, ഇൻവെന്ററി കൺട്രോൾ സാധ്യമാക്കുന്നത്. സോ 20യുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി. Then 21 നോക്കൂ. The basic requirement of dash technique is the separation of fixed and variable cost. വളരെ സിമ്പിൾ ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിലോ ഡയറക്റ്റ് കോസ്റ്റിംഗിലോ യൂണിഫോം കോസ്റ്റിംഗിലോ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. മാർജിനൽ കോസ്റ്റിംഗിലാണ് എന്ത് ചെയ്യുന്നത്, ഫിക്സഡ് വേരിയബിൾ ഡിവിഷൻ നടത്തിയിട്ട് വേരിയബിൾ കോസ്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സെനാരിയോ. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. ഓക്കെ. സോ 21 ഓപ്ഷൻ എ. 22. Dash are those costs that can be specifically and exclusively identified with a particular cost object. എന്താണത്? ഓപ്ഷൻ ബി ഡയറക്റ്റ് കോസ്റ്റ് ഈസ് ദ ആൻസർ. The predetermined or target costs that are incurred under efficient operating conditions. Standard cost ആണ്. ഓപ്ഷൻ സി is the answer. Then 24th. Dash is equal to the difference between standard wage rate per hour and actual wage rate per hour. So അവിടെ റേറ്റിന്റെ വേരിയേഷൻ ആണ് നോക്കുന്നത്, മൾട്ടിപ്ലൈഡ് ബൈ ദി ആക്ച്വൽ നമ്പർ ഓഫ് ഹവേഴ്സ് വർക്ക്ഡ്. സോ അവിടെ റേറ്റിന്റെ വേരിയൻസ് ആണ് നമ്മളത് ഹവേഴ്സിൽ എക്സ്പ്രസ് ചെയ്യുന്നത് മാത്രം. സോ ഇവിടെ റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്താണ്, വേജ് റേറ്റ് വേരിയൻസ് ആണ്. ഓപ്ഷൻ സി is the answer. 24 ഓപ്ഷൻ സി. The term dash describes a situation where all business functions are involved in the process of continuous quality improvement. എന്താണ് ഈ ഒരു നമ്മൾ ഈ പറഞ്ഞ ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. 25th question. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിന് നമ്മൾ പറയുന്ന ഡെഫിനിഷൻ ആണ്. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെങ്കിൽ TQM. Profit volume ratio establishes the relationship between PV ratio എന്തിന്റെ റിലേഷൻ പറയുന്നത്, സി ബൈ എസ്. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. റൈറ്റ്. കോൺട്രിബ്യൂഷൻ ആൻഡ് സെയിൽസും തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. Then 27th question നോക്കൂ. Dash is the aggregate amount of revenue
available after variable cost to cover fixed expenses and provide profit to the company. അവിടെ എന്താണ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ കിട്ടുന്നു. ആ കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റും റവന്യൂം അല്ലെങ്കിൽ നെറ്റ് എന്താ പറയുക പ്രോഫിറ്റേയും കവർ ചെയ്യുന്നു. ഓപ്ഷൻ ബി കോൺട്രിബ്യൂഷൻ മാർജിൻ ഇസ് ദി ആൻസർ. 27 ഓപ്ഷൻ ബി. 28 ടൈം ലോസ്റ്റ് ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റീസ് നോൺ ആസ് നോർമൽ ഐഡിയൽ ടൈം ആണ്. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. ദെൻ 29 നോക്കൂ. ദ മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ ദ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡാഷ് സെയിൽസ് ആൻഡ് ബ്രേക്ക് ഇവൻ സെയിൽസ് അല്ലെങ്കിൽ ബ്രേക്ക് ഇവൻ പോയിന്റ്. ആക്ച്വൽ സെയിൽസ് ആൻഡ് ബ്രേക്ക് ഇവൻ സെയിൽസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് MOS എന്ന് പറയുന്നത്. 29th ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. Then 30th question, the combination of indirect material, indirect labor and indirect expenses. നമ്മൾ ഓവർ ഹെഡിനെ പറയുന്ന ഒരു പേരാണ്. ഓവർ ഹെഡ് എന്ന് നമ്മൾ പറയുന്നത് ഈ മൂന്നിൻ്റെയും കോമ്പിനേഷൻ ആണ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ്. സോ ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. 31 ഡാഷ് ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ തിയറി ഓഫ് മാനേജ്മെന്റ്. മോഡേൺ തിയറി ഓഫ് മാനേജ്മെന്റ് മോഡേൺ മാനേജ്മെന്റ് തിയറിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് ഹെൻറി ഫയൽ. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. എന്നാൽ മോഡേൺ മാനേജ്മെന്റിന്റെ ഫാദർ എന്ന് ചോദിച്ചാൽ അവിടെ പീറ്റർ ഓഫ് ഡ്രക്കർ. നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പീറ്റർ ഓഫ് ഡ്രക്കറാണ് ആൻസർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. 32 നോക്കൂ. 32nd ക്വസ്റ്റ്യൻ, ഡെവലപ്പ് ദ തിയറി ഓഫ് മോട്ടിവേഷൻ ബേസ്ഡ് ഓൺ ദ ഹൈറാർക്കി ഓഫ് നീഡ്സ്. പറയേണ്ടത് ഓപ്ഷൻ ബി എബ്രഹാം ഹരോൾഡ് മാസ്ലോ ഇസ് ദി ആൻസർ. ഓപ്ഷൻ ബി. 33 വിച്ച് among the following is not a technique of TQM. TQMന്റെ ടെക്നിക്ക് അല്ലാത്തത് എന്താണ്? സിക്സ് സിഗ്മയും കേസണും സീറോ ഡിഫക്റ്റ് പ്രോഗ്രാമും ഒക്കെ TQMന്റെ ഭാഗമായിട്ട് വരുന്നു. ക്വാളിറ്റി മെഷർമെന്റ് നമ്മൾ TQMന്റെ ഭാഗമായിട്ടുള്ള ടെക്നിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. സോ ഓപ്ഷൻ എ ഈസ് ദി ആൻസർ, ക്വാളിറ്റി മെഷർമെന്റ്. 33. Then 34 നോക്കൂ. ഹു കണ്ടക്ടഡ് ദി ഹോദറോൺ എക്സ്പെരിമെന്റ്. ഹോദറോൺ എക്സ്പെരിമെന്റ് ഹ്യൂമൻ റിലേഷൻസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എൽട്ടൺ വായോ. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. The concept of MBO was introduced by Peter of Drucker, no doubt. 35A. Then 36th question, the number of subordinates being efficiently and effectively managed by the individual manager. Span of control. Option C is the answer. 37 dash is the oldest form of organization. Oldest form of organization is line organization. Option B is the answer. The approach. 38th question, the approach of management treated organization as a closed system. Classical management theory ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ, ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറി. 38 ഓപ്ഷൻ ബി. 39 ചേഞ്ചിങ് ഈസ് കോച്ചിങ് ഈസ് എ മെത്തേഡ് ഓഫ് ഡാഷ് ട്രെയിനിങ്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിന്റെ ഒരു ഉദാഹരണമാണ്. റൈറ്റ്. കോച്ചിങ് എന്ന് പറയുന്നത് ഓൺ ദ ജോബ് ആണ്. റോൾ പ്ലേയും ക്ലാസ് റൂം വെസ്റ്റിബിളൊക്കെ ഓരോ മെത്തേഡിൽ വരുന്നതാണ്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. Then 40 question നോക്കൂ. 40th question, the communication pattern under which the subordinate can communicate with through one manager. The communication pattern under which the subordinate can communicate with and through one manager എന്ന് പറയുന്നത് അവിടെ ഒരു ചെയിൻ ഫ്ലോയിലാണ് അങ്ങനെ സാധ്യമാകുന്നത് അല്ലേ. റൈറ്റ്. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. എ ന്യൂ പ്രോഡക്റ്റ് ഈസ് ഓൺലി an outgrowth of the. So next 41th question, a new product is only an outgrowth of the existing product depends on the dash approach. ഒരു പ്രൊഡക്റ്റ് ഔട്ട്ഗ്രോത്ത് ആണെന്ന് പറയുന്നത്, എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിന്റെ ഔട്ട്ഗ്രോത്ത് ആണെന്ന് പറയുന്നത് എവല്യൂഷണറി അപ്രോച്ച് ആണ് അല്ലേ. സോ ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. 41 ഓപ്ഷൻ സി. ഇതിനടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഫേം ക്യാൻ ഹാവ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഇൻ ദ ലോങ് റൺ അണ്ടർ. ലോങ് റണ്ണിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാകുന്നത് മൊണോപ്പൊളിക്ക് മാത്രമാണ്. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. 42. 43 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിക്സിംഗ് എ ഹയർ പ്രൈസ് ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഹയർ പ്രൈസ് ഇനീഷ്യൽ സ്റ്റേജിലാണെങ്കിൽ നമ്മൾ സ്കിമ്മിംഗ് ആണ് അല്ലേ. സ്കിമ്മിംഗ് പ്രൈസ് സ്ട്രാറ്റജിയാണ്. ആദ്യം ഹൈ പ്രൈസ് പിന്നീട് അങ്ങനെ കുറച്ച് കൊണ്ടുവരും. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. Then 44th question, predictive analysis, conjoint analysis, client intent survey and the Delphi method are methods of. എന്തിന്റെ മെത്തേഡാണ്? 44th question നമുക്ക് നോക്കാം. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഒരു ടെക്നിക്കൊക്കെ നമ്മൾ എംപ്ലോയ് ചെയ്യാറുള്ളത് അല്ലേ. സോ ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. Then demand estimation process include the forecast, the estimation of its accuracy, description of the dependency relationship. ഇത് മൂന്നും പെടുന്നതാണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ഓൾ ഓഫ് ദി അബോവ് ഡിമാൻഡ് എസ്റ്റിമേഷൻ പ്രോസസ് പെടുന്നതാണ്. 45th question, ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. Then 46th question നോക്കൂ. The dash measures the percentage change in sales for a given percentage change in the goods price. All other factors held constant. Price elasticity of demand. Option A is the answer. Right. Then അടുത്ത question നോക്കൂ. 47th question. The function depicts the relation between physical output of a production process and factors of production. എന്താണത് പറയുന്നത്? 47th question നോക്കൂ.
തിയറി ഓഫ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ? തിയറി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണെന്ന് പറയുന്നത്. ഫിസിക്കൽ ഔട്ട്പുട്ട് ഓഫ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഇൻപുട്ടിന്റെ റിലേഷനും പറയുന്നത്. ദെൻ 48th ക്വസ്റ്റ്യൻ, വെൻ ദ ഇക്കണോമി എക്സ്പീരിയൻസ് റാപ്പിഡ് ഗ്രോത്ത്, ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ്, ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ, ഇറ്റ് ഈസ് നോൺ ആസ്, അല്ലേ? റാപ്പിഡ് ഗ്രോത്ത്, ലോ ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ, എക്സ്പാൻഷൻ ആണ് ഇതിൻ്റെ ഇത് അല്ലേ? 48th ക്വസ്റ്റ്യൻ എക്സ്പാൻഷൻ്റെ ഉദാഹരണമാണത്. എക്സ്പാൻഷനിലാണ് റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടാകുന്നത്, ലോ ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാകുന്നത് അല്ലേ? റൈറ്റ്. സോ ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. Then 49th question. The demand forecasting is related to the business conditions prevailing in the economy as a whole. അവിടെ ആൻസർ എന്ന് പറയുന്നത് 49 ബി ഈസ് ദി ആൻസർ. മാക്രോ ലെവൽ അല്ലേ? റിലേറ്റഡ് ടു ബിസിനസ് കണ്ടീഷൻ പ്രിവൈലിംഗ് ദ ഇക്കണോമി ആസ് എ ഹോൾ ആണ്, മാക്രോ ലെവലാണ്. ദ ഇൻവെസ്റ്റ്മെന്റ് മേ ഇൻക്രീസ് വെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ്, ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കുക എപ്പോഴാണ്? നോക്കൂ, 15th ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ഈസ് 15th ക്വസ്റ്റ്യൻ വെരി ഹൈ ആകുന്ന ഒരു സമയത്താണ് അല്ലേ? ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ്, ഇൻട്രസ്റ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നുള്ളതാണ്. ഓക്കെ, സോ 15th ക്വസ്റ്റ്യൻ വരെയുള്ള നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത 15th മുതൽ 100th ക്വസ്റ്റ്യൻ വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ആൻസർ ചെയ്യും. നമ്മളിവിടെ തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൊമേഴ്സ് റിലേറ്റഡ് കോമ്പറ്റേറ്റീവ് എക്സാമുകൾ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആൻഡ് ക്ലാസ്സസ് സ്കോറങ്കി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കൊമേഴ്സ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് കൊടുക്കുന്നുണ്ട്. സോ സ്റ്റേ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ അപ്ഡേറ്റ്സ്. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.